കേരളത്തിലെ കാലാവസ്ഥ ഇതിന് ദിനംപ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഇതിനെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ക്യുസാറ്റിലെ റഡാർ സെന്റർ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ എസ് അഭിലാഷ് നമ്മളോടൊപ്പം ചേരുന്നത്. സ്വാഗതം സർ. നമസ്കാരം. നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു ശീലമെല്ലാം കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഉരുൾപൊട്ടാത്ത വർഷങ്ങളില്ല, കടൽ എപ്പോഴും വേണമെങ്കിലും കയറി വരാം, പെയ്യുന്ന സമയത്തെല്ലാം മഴ എന്തെങ്കിലും ദുരന്തം ഉണ്ടായിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ച. അപ്പോൾ അത്തരം നമ്മൾ കണ്ടുവന്നിട്ടുള്ള മഴയുടെ ശീലങ്ങളെല്ലാം, മഴക്കാലത്തിൻ്റെ ശീലങ്ങളെല്ലാം നമുക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കേരളം ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് കാലാവസ്ഥ സംബന്ധിച്ചിട്ട്? കാലാവസ്ഥാപരമായിട്ട് കേരളം ഒരു അടിയന്തരാവസ്ഥയിൽ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ മുമ്പിലുള്ള കുറച്ച് ഡേറ്റകൾ മാത്രം മതി. കാരണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 2015 ശേഷം ഇങ്ങോട്ട് അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ ഒരു തരത്തിൽ ഉഷ്ണതരംഗങ്ങളുടെ രൂപത്തിൽ, വരൾച്ചയുടെ രൂപത്തിൽ, ചുഴലിക്കാറ്റുകളുടെ രൂപത്തിൽ, അതിതീവ്ര മഴയുടെ രൂപത്തിൽ, ഉരുൾപൊട്ടൽ, ഫ്ലഡ്, തീരദേശ വേലിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ സംഭവങ്ങൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേത് എടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് മനസ്സിലാക്കുന്നത് കേരളം ഒരു കാലാവസ്ഥ അടിയന്തര അവസ്ഥ കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ പഴയ കാലത്തെ ഇപ്പോൾ പഴയ കാലത്തെല്ലാം കുറച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും നമുക്ക് ഈ മഴ എന്ന് പറയുന്നത് മഴ പെയ്യാറുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള മഴ കാലവർഷത്തിൽ കിട്ടാറുണ്ട്. ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അടച്ചു മഴ പെയ്യുന്ന സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും നമ്മൾ ഈ മഴയെ ഇങ്ങനെ പേടിച്ചിട്ടില്ല. അപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ മഴ ചെറുതായിട്ടൊന്ന് ശക്തമായി പെയ്താൽ പോലും ആൾക്കാർ മഴയെ പേടിക്കുന്ന ഒരു ഘട്ടമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ അത്രയും പെയ്യുന്നുണ്ടോ, നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. മുമ്പ് പെയ്തിരുന്ന പോലെ അപ്പോൾ രണ്ടും ഒരു കോൺട്രഡിക്ടറി അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം മലയാളികളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ മൺസൂൺ എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സീസണാണ് പണ്ട് കാലഘട്ടത്തിൽ. ആ ഒരു മൺസൂണിൻ്റെ റൊമാൻറ്റിസം മാറിയിട്ട് മഴയെന്ന് കേൾക്കുമ്പോൾ ഒരു ഡിസാസ്റ്റർ ഇതായിട്ട് ഒരു ഭൂതമായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട്, മഴയോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറി. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരവട്ടം പൊപ്പിച്ചേൻ്റെ ഒരു സിനിമയിൽ മണിച്ചിത്രത്താഴിലെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, വെള്ളം എന്ന് പറഞ്ഞാൽ പുള്ളി ചാടും എന്ന് പറഞ്ഞ പോലെ വെള്ളം എന്ന് കേട്ടാൽ ഇപ്പോൾ, അല്ലെങ്കിൽ മഴയെന്ന് കേട്ടാൽ ജനങ്ങൾക്ക് ഒരു സ്വാഭാവികമായിട്ട് കിട്ടുന്ന മഴ പോലും ഒരു പേടിപ്പെടുത്തുന്ന മഴയുടെ രൂപത്തിലാണ് ആൾക്കാർ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മഴയുടെ വിതരണത്തിലോ അല്ലെങ്കിൽ മഴയുടെ പെയ്ത്ത് രീതിയിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് വരുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ, ഒരു 22-23 ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. പല സ്ഥലങ്ങളിലും പ്രാദേശികമായിട്ടുള്ള വെള്ളപ്പൊക്കവും ധാരാളം ഉരുൾപൊട്ടലുമാണ് ഉണ്ടായത്. കേരളം മുഴുവൻ, ഏകദേശം മലമ്പ്രദേശങ്ങളിൽ മുഴുവൻ ജില്ല വേർതിരിവില്ലാതെ എല്ലാ മലയുള്ള സ്ഥലങ്ങളിലും ഉരുൾപൊട്ടലുണ്ടായ ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച. അതെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പ്രളയത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ പേടിപ്പെടുമ്പോഴും നമ്മൾ വരൾച്ച അല്ലെങ്കിൽ മഴക്കുറവിൽ നിന്നുകൊണ്ടാണ് പ്രളയത്തെ പറ്റി സംസാരിക്കുന്നതെന്നാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ വർഷം ഇതുവരെ മൺസൂണിലെ മഴക്കുറവെന്ന് പറഞ്ഞാൽ 15-16%. ജൂൺ 59% കുറവായിരുന്നു, ജൂലൈ ആയപ്പോൾ അത് 40%. പക്ഷേ ഈ 3-4 ദിവസത്തെ ഒരു മഴയുടെ ആ ഒരു പാറ്റേണിൽ വന്ന മാറ്റം, അല്ലെങ്കിൽ ഒരു സജീവ കാലഘട്ടത്തിലേക്ക് മാറിയപ്പോൾ 2 മാസത്തെ മഴക്കുറവ് 3 ദിവസം കൊണ്ട് തീരുന്ന ഒരു പെയ്ത്ത് രീതിയിലേക്ക് മാറി. കാരണം അതായത് നമുക്ക് 2 മാസം അല്ലെങ്കിൽ 1 മാസം കിട്ടേണ്ട മഴ 3 ദിവസം കൊണ്ട് കിട്ടുകയാണ്. ആ രീതിയിലൂടെ മഴപ്പെയ്ത്ത് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ 3 മണിക്കൂറിലേക്ക് മഴ ചുരുങ്ങുമ്പം, പ്രത്യേകിച്ചും നമ്മുടെ പശ്ചിമഘട്ടത്തിന് അവിടെ ഒരു വികസന പ്രവർത്തനങ്ങൾ നടന്നില്ലെങ്കിൽ പോലും, അതുകൊണ്ടാണല്ലോ കാട്ടിലും എല്ലാം ധാരാളം ഉരുൾപൊട്ടുന്നത്, അതിന് താങ്ങാൻ പറ്റത്തില്ല. ഈ പശ്ചിമഘട്ടത്തെ എങ്ങനെയാണ് നമ്മൾ ഇനി കേരളത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നുള്ളത്? അതൊരു എൻറ്റിറ്റി ആണല്ലോ ശരിക്കും കേരളത്തെ സംബന്ധിച്ചിട്ട്. അപ്പം ഇവിടുത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു അതിനെ ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ടിരുന്ന ഒരു എൻറ്റിറ്റി കൂടിയായിട്ട് നമുക്ക് പശ്ചിമഘട്ടത്തെ കാണുവാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ അത് നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും എങ്ങനെയാണ് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നുള്ളത്? അല്ല, നമ്മളിതിനെ 2 തരത്തിലാണ് കണ്ടത്. നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പാർട്ടായിട്ട് അതിതീവ്ര മഴകൾ കൂടുന്നു, അറബിക്കടലിൽ ചൂടാകുന്നു, കൂടുതൽ ചുഴലിക്കാറ്റിനെയും സൈക്ലോണിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അതിൻ്റെ പാർട്ടായിട്ട് കരയിൽ കൂടുതൽ മഴ കിട്ടുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ആഗോളതലത്തിലുള്ള അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പശ്ചിമഘട്ടത്തിന് ഇത്തരം മഴകളെ താങ്ങുവാനുള്ള ശേഷി ഓവർ ദി ഇയേഴ്സ് നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുകയാണ്. അത് പല കാരണങ്ങളുണ്ട്. പൊതുവേ ഒരു മല അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള പ്രാദേശിക ഘടന പോലും ഓവർ ദി ഇയേഴ്സ് വെതറിങ്ങും ഒക്കെ നടന്ന് ഈ പറഞ്ഞ പോലെ മണ്ണൊക്കെ ശോഷിച്ച് അല്ലെങ്കിൽ പാറകളൊക്കെ
ദ്രവിച്ച് ഈ ഒരു സ്ഥിതിയിലേക്ക് ഏജ് പശ്ചിമഘട്ടത്തിൻ്റെ ഏജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹിമാലയ പർവ്വതത്തെക്കാളിലും കൂടുതൽ ഏജുള്ള മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകൾ. അപ്പോൾ ഓവർ ദി ഇയേഴ്സ് ഈ മഴയും അതിൻ്റെ വെതറിങ്ങും ഒക്കെ പാറ്റേണായിട്ട് തന്നെ സ്ട്രെസ്ഡ് ആണ്. അതോടൊപ്പം തന്നെയാണ് ഈ പറഞ്ഞ പോലെ വൃക്ഷങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് നമ്മുടെ ഭൂവിനിയോഗ നയം അല്ലെങ്കിൽ നമ്മുടെ വികലമായ ഭൂവിനിയോഗമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. കാരണം 80 വർഷങ്ങൾക്ക് മുമ്പ് ഈ ബ്രിട്ടീഷുകാർ മലയിലേക്ക് കയറി പ്ലാന്റേഷന് വേണ്ടി നമ്മുടെ ഭൂമിയെ തരം മാറ്റിയ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു അപജയമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം. ഓവർ ദി ഇയേഴ്സ് ഈ പ്ലാന്റേഷന് തന്നെ ഈ കെമിക്കൽ യൂട്ടിലൈസേഷനും അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു പ്രക്രിയ കൊണ്ടും സോയിലും ഒക്കെ ഡിഗ്രേഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു അക്യുമുലേറ്റഡ് എഫക്റ്റ് നമ്മൾ ഇപ്പോഴാണ് അത് റിയലൈസ് ചെയ്യുന്നതാണ്. ഇതാണ് സമയത്താണ് അത്. അതെ. അപ്പം ഒരു സൈഡിൽ കൂടെ കാലാവസ്ഥാപരമായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മറു സൈഡിൽ നമുക്ക് പശ്ചിമഘട്ടത്തിന് പ്രാദേശികം അല്ലെങ്കിൽ പൊതുവേ ഉണ്ടായിരുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രതികരണ ശേഷി ഒരു സൈഡിൽ നഷ്ടപ്പെടുകയും കൂടെ ചെയ്യും. പശ്ചിമഘട്ടത്തിന്റെ കാര്യം പോലെ തന്നെയാണ് തീരപ്രദേശവും അല്ലേ? അത് രണ്ടും ഇപ്പം ഇത്തവണ അത്ര അധികം സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും അത് കേരളത്തിനെ സംബന്ധിച്ചിട്ടൊരു പ്രത്യേക ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ 2018 ശേഷം പ്രളയ വർഷങ്ങളാണ് ശരിക്കും നമ്മളെ തുടർന്ന് പോന്നിട്ടുള്ളതെന്ന് തന്നെ പറയാം. ആ ഒരു രീതിയിൽ നമ്മുടെ കേരളത്തിലെ പോളിസി മേക്കേഴ്സ് ഇതിന് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ആഗോള തലത്തിൽ തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ അടുത്ത സമയത്ത് നടന്ന ഗ്ലാസ്ഗോ സമ്മിറ്റിൽ പോലും ഈ ആഗോളതാപനം പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ള യാതൊരുവിധ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പോളിസി ഡിസിഷനോ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിലോ ഒന്നും ആരും എത്തിയിട്ടില്ല, ഒരു കൺസെൻസസിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഇതിനൊരു ആഗോള തലത്തിലുള്ള ഒരു എന്താ പറയുന്നത് ഒരു ക്ലൈമറ്റ് ഇൻജസ്റ്റിസ് തന്നെയുണ്ട്. അത് തന്നെയാണ് ഈ താഴെ തലത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത്. പ്രാദേശിക അടിസ്ഥാനത്തിലും ആ ഒരു ഇൻജസ്റ്റിസ് ഉണ്ട്. ഇപ്പം തന്നെ ആയാലും നമ്മളിപ്പോൾ ഒരു കടലാക്രമണം എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ നടക്കുമ്പോഴും നമ്മൾ ഈ അല്ലെങ്കിൽ കുട്ടനാട്ടിലെ ആ ഒരു ഇപ്പോൾ ആൾക്കാർ പലായനം ചെയ്യുകയാണ്, അവിടുന്ന് കുട്ടനാട് ജീവയോഗ്യമല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം അഫക്റ്റഡ് കമ്മ്യൂണിറ്റീസിനെ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനോട് പ്രതിരോധിക്കാനുള്ള ഏറ്റവും ലീസ്റ്റായിട്ട് ഏബിളായിട്ടുള്ള ആൾക്കാരെയാണിത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാകും. ഇത് ഈ ചുരുങ്ങിയ ചുറ്റുപാടിൽ ജീവിക്കുന്ന ആൾക്കാരെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. അപ്പം ഈ ഒരു ഇൻജസ്റ്റിസ് ടോപ്പ് ടു ബോട്ടം ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ആ ഒരു മൊറാലിറ്റിയുടെ പ്രശ്നം കൂടിയാണ്. ഇത് ആഗോളതലത്തിൽ തന്നെ ആ ഒരു മൂല്യബോധത്തിൻ്റെ പ്രശ്നമാണ്. നമ്മൾ എത്ര പോളിസി ഉണ്ടാക്കിയാലും എത്ര നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇതൊരു ഈ ക്ലൈമറ്റ് ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ കാലാവസ്ഥ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ഒരു എമർജൻസി എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ ലോകത്തിലെ ജനങ്ങളെ ജീവരാശിയെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് കണ്ട് മനസ്സിലാക്കി നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യണം. ആ ഒരു മൂല്യബോധമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അത് ആഗോളതലത്തിൽ തന്നെ നഷ്ടപ്പെട്ടു, പ്രാദേശിക അടിസ്ഥാനത്തിലും അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ വികസന കാഴ്ചപ്പാടുകളും ലിമിറ്റ് ഓഫ് ഡെവലപ്മെൻ്റ് ഉണ്ടല്ലോ, എന്ത് കാര്യങ്ങളും നമ്മൾ ഈ ഓവർ ദി ഇയേഴ്സ് ഒരു എക്സ്പെൻഷ്യൽ ഗ്രോത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. അത് എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേന് ആ സിസ്റ്റത്തിനൊരു അൺസ്റ്റേബിൾ ആകും, അത് പൊട്ടും എന്ന് പറയുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതിനൊരു സാച്ചുറേഷൻ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതിനെ കണ്ടെത്തി പ്രധാനമായിട്ടും പോളിസി ഡിസിഷനിൽ വരുന്നതിനേക്കാളും ഉപരി ഈ പോളിസി മേക്കേഴ്സിന് ഇത് ഒരു മൂല്യബോധം, ഒരു കാലാവസ്ഥ സോഷ്യലിസം, കമ്മ്യൂണിസം അല്ല സോഷ്യലിസം ത്തോടുകൂടി ഒരു മൂല്യബോധത്തോടു കൂടിയുള്ള ഒരു അപ്രോച്ചിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പോളിസി കൊണ്ടോ അല്ലെങ്കിൽ ആക്ട് കൊണ്ടോ ഒന്നും, കാരണം ഇതിനൊന്നും ഒരു നമുക്കെല്ലാം ഉണ്ട്, ഈ എൻവയോൺമെൻറ്റൽ ലോസും ആക്റ്റും എല്ലാം ഉണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും പരിഹരിക്കപ്പെടുന്ന ഒരു വിഷയമല്ല. ഇതിന് ഒരു മൂല്യബോധം ഉള്ള ഒരു സമൂഹത്തിന് മാത്രമേ ഇതിനെ അപ്രോച്ച് ചെയ്ത് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന ഭൂമധ്യരേഖ പ്രദേശത്തുള്ളതാണ് കേരളം. അപ്പം നമുക്ക് കേരളത്തിൽ ഇനി കൂടുതലായിട്ട് എന്ത് തരത്തിലാണ് നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധ എടുക്കേണ്ടത്? ഈ ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനം, ഇക്കാര്യത്തിൽ നമ്മൾ ഏത് തരത്തിലാണ് കൂടുതലായിട്ട് എന്തെങ്കിലും ശ്രദ്ധ എടുക്കേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് തരത്തിലാണ്, എങ്ങനെയാണ്? നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരന്ത നിവാരണമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമാണ്. മഴ കൂടുമ്പോൾ മാത്രമാണ് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെപ്പറ്റി ചിന്തിക്കുന്നതെന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കടി ഉണ്ടാകുന്ന ഈ ദുരന്തങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ നമ്മൾ ചർച്ച ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾ മാറിക്കഴിയുമ്പോൾ ഇതിനെപ്പറ്റി ഒരു ചർച്ചയും പിന്നീട് ഉണ്ടാകാത്തതും ഒരു സൊല്യൂഷനിലേക്കും അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക്
പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകാത്തതിൻ്റെ പ്രധാന പ്രശ്നം. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ദുരന്ത നിവാരണം മാത്രമല്ല, അതിലേക്ക് ചുരുക്കാനും പാടില്ല എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള പറഞ്ഞ മുമ്പേ ക്ലൈമറ്റ് ഇൻജസ്റ്റിസ് എന്ന് പറയുന്നത് പ്രാദേശിക അടിസ്ഥാനത്തിൽ വരുമ്പോഴത്തേനും ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നുള്ള ഒരു മൂല്യബോധം നമുക്കില്ലാതായി മാറുന്നു. കോസ്റ്റൽ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ ഫിഷേഴ്സ്, ലാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ട്രൈബൽസ് ആൻഡ് ഫാർമേഴ്സ്, അവരാണ് നമ്മുടെ ലാൻഡും അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ഏറ്റവും കൂടുതൽ ഉപജീവന മാർഗത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു വിഭാഗത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതേ ഇല്ല. കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഈ മേഖലയിലുള്ളവരെയാണ്. അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി നമ്മൾ പറയുന്നത് ഭക്ഷ്യസുരക്ഷ എന്നൊക്കെ പറയുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കൂട്ടിയേ നമുക്ക് കൂട്ടാൻ പറ്റും. കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ട് വരാൻ പോകുന്നത് ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിലായിരിക്കും. ദുരന്തം വരുമ്പം ദുരന്ത നിവാരണം കുറേ ആൾക്കാരെ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവിടുന്നു എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഒരു വൈഡ് പെർസ്പെക്റ്റീവിലേക്ക് ഈ പ്രോബ്ലത്തെ നമ്മൾ ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന സംശയമാണ്. ഇത് സിസ്റ്റം ഈസ് ബിക്കമിങ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് ഇറാറ്റിക്. കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അറബിക്കടലും നമ്മുടെ ഈ പശ്ചിമഘട്ടവും ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഏറ്റവും വലിയ വില്ലനായിട്ട് വരുന്നതും അറബിക്കടൽ പണ്ടത്തെ അറബിക്കടലല്ല, പശ്ചിമഘട്ടവും പണ്ടത്തെ പശ്ചിമഘട്ടമല്ല. അപ്പോൾ ഇതിനെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി അഡ്രസ്സ് ചെയ്താൽ മാത്രമേ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ.